نعم سار طيف من أهوى فأرقني والحب يعترض لذاتي. സാധാരണ അറിയുന്ന സ്വലാത്തെങ്കിലും ഒരു 10 സ്വലാത്തെങ്കിലും ദായിമാക്കണേ. ആ സ്വലാത്ത് ഒരു ദിവസം മുറിയണം. അതെന്നാണ്? നമ്മൾ മരിക്കുന്ന അന്നേ മുറിയാൻ പാടുള്ളൂ. അന്ന് വരെ സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ കേരളത്തിലെ പാറക്കടവിൽ നിന്ന്, കുറ്റ്യാടിയിൽ നിന്ന്, നാദാപുരത്ത് നിന്ന്, വടകരയിൽ നിന്ന് ഹബീബായ തങ്ങളെ മനസ്സിരുത്തിയങ്ങ് സ്നേഹിച്ചാൽ ഈ ലോകത്തോട് വിട പറയുന്ന നേരത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖം കാണാം. അല്ലാഹ്, അങ്ങനത്തൊരു മരണം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. നിന്റെ ഹബീബായ തങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് മരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സിനിമാ താരങ്ങളുടെയും സ്പോർട്സ് താരങ്ങളെയും പ്രേമിച്ച് അവരവരുടെ ആഭാസങ്ങളെ നിന്റെ തലമുടിയിലും നിന്റെ ഡ്രസ് കോഡിലും നിന്റെ മേനിയിലും അടയാളപ്പെടുത്തിയ യുവാവേ, നിന്റെ ഖബറിലേക്കൊരു കളിക്കാരനും വരില്ല. നിന്റെ ഖബറിലേക്കൊരു സിനിമാ നടനും വരില്ല. നിന്റെ ഖബറിലേക്കൊരു കാമുകിയും വരില്ല. നിന്റെ ഖബറിലേക്കൊരു കാമുകനും വരില്ല. അവിടുത്തെ ഇമയെത്ര കാന്തിയുള്ളതാണ്, അവിടുത്തെ പിരികം എത്ര ശോഭയുള്ളതാണ്, അവിടുത്തെ പൽക്കോവകൾ എത്ര പ്രകാശപൂരിതമാണ്. അവിടുത്തെ കാണുമ്പോൾ ഒരു മഹാത്ഭുതം തന്നെ. كأنك قد خلقت كما تشاء. എന്തൊരു മനോഹരമാണ്, എന്തൊരു ചന്തമാണ്. അല്ലാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ കണ്ട് തങ്ങൾ നമ്മളെ നോക്കി ചിരിക്കുകയാണ്. നമ്മൾ അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് സന്തോഷിക്കുകയാണ്. എന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് നീ മരണം നൽകണേ റഹ്മാനേ. റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ട് ഭ്രാന്ത് പിടിച്ചു പോയ ആളാണ്. മദീനത്ത് അലഞ്ഞു നടക്കുന്ന ഭ്രാന്തനാണ്. കാരണം എല്ലാ ബുദ്ധിമാന്മാരും സ്വർഗത്തിലെത്തൂല. ഹബീബിനെ ഇഷ്ടം വെച്ച ഭ്രാന്തനും സ്വർഗത്തിലാണ്. ഹബീബിന്റെ ഇഷ്ടിലായി ഞങ്ങളുടെ കൽബിനെ ലയിപ്പിച്ച് വിസാലിന്റെ ഒരു മഖാം